വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഉയരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, സമൃദ്ധിയിലേക്ക് നടത്തപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒരേ ഒരു വഴി ദൈവവചനം കേൾക്കുക. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് ദൈവം കൊടുത്തൊരു വിടുതലിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. നമുക്ക് ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വീടിനകത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബ്ലെസ്സിങ് നിശ്ചയമായി ഉണ്ടാകും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവേ, നിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരുന്നാട്ട് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിന് നന്ദി, കൊടുക്കാൻ പോകുന്ന വിടുതലിന് നന്ദി, അവരെ വിജയത്തോടെ നടത്താൻ പോകുന്നത് കൊണ്ട് നന്ദി. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ വീടിനകത്തൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ബിസിനസ്സിനകത്ത്, അവരുടെ ജോലിക്കകത്ത്, അവരുടെ കുടുംബജീവിതത്തിനകത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഒരു വലിയ ബ്ലെസ്സിങ് ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഒന്നിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ഈ കൃപയെ വരാൻ പറ്റിയേ. ഇപ്പൊ നമ്മൾ കൃപയിലാണ് നിൽക്കുന്നത്. കൃപയിലുള്ള ഒരാളുടെ യോഗത്തിന് വരാൻ പറയണ്ട, യോഗം കഴിഞ്ഞാലും പോവുകയില്ല. കൃപയിലായോണ്ട മനുഷ്യരുടെ ഗഹനമായി ദൂതിലേക്ക് യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പഠിക്കുമ്പം, എന്നാൽ അവൻ അധികം കൃപ തരുന്നു. എന്നാൽ അവൻ അധികം കൃപ, ഒന്ന് തൊട്ടു പറ, അധികം കൃപ തരുമെന്ന് പറ. അതിന്റെ താഴത്തെ വാക്യത്തിൽ കൃപ കൊണ്ട് നിന്നെ അലങ്കരിക്കും അവൻ. ഗ്ലോറി. അധികം കൃപ തരും. ഗ്ലോറി. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോവാ. നിനക്ക് അധികം കൃപ തരും ദൈവം. ആമേൻ. നിന്നെ വെല്ലുവിളിക്കുന്ന എതിരാളി എത്ര കരുത്തനാണെങ്കിലും നിന്റെ അകം ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ വീട് ദൈവകൃപ കൊണ്ട് അലങ്കരിക്കട്ടെ. യെസ്, അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനൊരു വാക്യത്തിലേക്ക് വരാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തി 4:33 വായിക്കണ്ട. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. തൊട്ടേച്ച് പറ, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഒരാമയും പറഞ്ഞാട്ട്. എല്ലാവർക്കും ഓരോ കോടി രൂപ കിട്ടിയെന്നല്ല, മിണ്ടുന്നില്ല. പോക്കറ്റിൽ 1 രൂപ ഇല്ലേലും ദൈവകൃപയുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം, ഒരു ബ്രദർ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. ഗ്ലോറി. അദ്ദേഹത്തിന് പൈസ ഇല്ല ബൈബിൾ കോളേജിൽ വരാൻ, വണ്ടിക്കൂലിയില്ല. ഗ്ലോറി. ഞങ്ങളെല്ലാം സ്തോത്രം പ്രാർത്ഥിക്കാൻ പോവും. ഞങ്ങളെല്ലാം ബെല്ലടിച്ചാലും പുള്ളി എഴുന്നേക്കുകയല്ല. സ്തോത്രം. പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചു സ്റ്റെയർ കേസ് ഓടി വരും, മേളിലോട്ട് താഴോട്ട് ഓടി ഇറങ്ങും ഞങ്ങളെ കാട്ടി വേഗത്തിൽ. സ്തോത്രം. അത്രയും കൂടെ പ്രാർത്ഥിക്കാനുള്ള ആവേശ. അപ്പൊ ഇങ്ങനെ ഈ തീഷ്ണത കണ്ടപ്പോൾ ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ബ്രദറെ എന്താ ഇത്ര തീഷ്ണത? സ്തോത്രം. പറയാം, ഞാൻ വലിയ ദൈവകൃപയാൽ ജീവിക്കുന്നയാളാ. പിന്നെ അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളാരും കൃപയാലല്ലയോ? മിണ്ടുന്നില്ല, മനസ്സിലാകുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. അങ്ങേരുടെ 1 രൂപ അങ്ങേര് പറയുക. സ്തോത്രം. അങ്ങേര് ആ നാട്ടിലെ ഒരു മാന്യനായ മനുഷ്യനാ. യേശു അദ്ദേഹം വണ്ടിയെ കയറി ഇങ്ങോട്ട് ഒരു വണ്ടിക്കൂലിയില്ല, പല ദിവസവും ഇല്ല, എന്നും ഇല്ലെന്നല്ല, പല ദിവസവും ഇല്ല. എന്ന് വണ്ടിക്കൂലി ഇല്ലയോ, കയറുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കയറുമ്പോൾ തന്നെ ഇവൻ്റെ ടിക്കറ്റ് എടുക്കും. മിണ്ടുന്നില്ല. വണ്ടിക്കൂലിയുള്ള ഒറ്റ ദിവസവും ആ കൂട്ടുകാരനെ കാണുകയില്ല. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഇങ്ങോട്ട് നോക്ക്. അനുഭവമാണ് നിന്നിൽ ദൈവകൃപയുണ്ടോ എന്ന് അറിയിക്കുന്നു. അല്ല, ഇതെനിക്ക് കൃപയുണ്ടെന്ന് എന്നെ ഭയങ്കര കൃപയാണ്. എനിക്ക് ഒരു കാർഡ് അടിച്ചുകൊണ്ട് കൃപയാണ് വേണ്ട ഒരു വിളിക്കുക, അതിനൊന്നും വേണ്ട, അത് മൊത്തം കാർഡും കൃപയാണ്, പോട്ടെ, ഒക്കെ ഞാൻ വിടുക. അങ്ങനൊന്നും അല്ല. ഇങ്ങോട്ട് നോക്ക്. നിനക്ക് ദൈവകൃപയാണ്, ആരോടും പറയണ്ട, പറയണ്ട. നിന്നെ കാണുമ്പോൾ അറിയാം ദൈവകൃപയാണ്.
പിന്നെ ദാവീദ് മെല്ലെ കിന്നരം അങ്ങോട്ട് മീട്ടിയപ്പോ മറ്റേ പുള്ളിയുടെ ദേഹത്തെ കുഞ്ഞപ്പൻ പോയേക്കാവേ പോയേക്കാവേ എന്ന് പറയുക. എന്നാ എടാ ഇങ്ങോട്ട് നോക്ക്. എടാ പ്രാർത്ഥിക്കുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ വചനം എടുക്കുമ്പോൾ, മൈക്ക് എടുക്കുമ്പോൾ അറിയാം ജനത്തിന് ദൈവകൃപയുണ്ടോ. ഒരാമയും പറഞ്ഞാട്ട് അതിന് വേണം പരിചയപ്പെടുത്തുകയൊന്നും വേണ്ട. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഒരാമയും പറഞ്ഞാട്ട് ദൈവകൃപ പോകുന്ന ഒരു കാര്യത്തിൽ ഇടപെടരുത്. ദൈവകൃപ പോകുന്ന ഒരു ബന്ധം പുലർത്തരുത്. ദൈവകൃപ ഭാവി കളയുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണ്ട. ഒരാമയും പറഞ്ഞാട്ട് ഒന്ന് കൈ കൊടുത്ത ദൈവകൃപ കളയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് പറ. വിശ്വാസത്തിൽ വന്ന ഒരാള് വിശ്വാസത്തിൽ നിന്ന് പോയി ഭയങ്കര കുടിയനായി. അപ്പം ഞാൻ അവനെ കൗൺസിലിങ്ങിന് എൻ്റെ അടുക്ക കൊണ്ടുവന്നു. എൻ്റെ ബ്രദർ ഒന്ന് സംസാരിക്കണമെന്നോ. ഞാൻ സംസാരിച്ചു. മോനെ കുടി തുടങ്ങി എങ്ങനെയാണെന്ന് ചോദിച്ചു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്തോത്ര ജോലിയില്ലായിരുന്നു, നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ആ ജോലിക്ക് നല്ല പൊസിഷനിലായിരുന്നു. അപ്പം അവർക്ക് ആഴ്ചയിലൊരിക്കൽ മീറ്റിംഗ് ഉണ്ട്. പുള്ളി പറഞ്ഞു മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഇച്ചിരി വിസ്കി കുടിച്ചില്ലെങ്കിൽ അവിടെ ഒരു നാണക്കേടാണ്. അങ്ങനെ അവിടെ മാന്യത പുലർത്താൻ വേണ്ടി സ്തോത്രം ഇച്ചിരി വിസ്കി കുടിച്ച് തുടങ്ങിയ പുള്ളി പറഞ്ഞു കൂട്ടത്തിൽ ഒരു ജോൺ ഉണ്ടായിരുന്നു. ഞാൻ വിസ്കി കുടിച്ചപ്പോൾ അവൻ സോഡ കുടിച്ചു. അവൻ ഇന്നും വിശ്വാസത്തിലുണ്ട് ഉണ്ടെന്നില്ല. സോഡ കുടിച്ചവൻ, വിസ്കി കുടിച്ചവൻ കുടിച്ച് ബാറിലായി. ഞാൻ ഈയിടെ അറിഞ്ഞു അവയവങ്ങൾ പലതും അടിച്ചുപോയി. സ്തോത്രം ആമി. ഇപ്പം ഭാര്യയെ ഉപേക്ഷിച്ചു, എല്ലാവരും ഉപേക്ഷിച്ചു. എവിടോ ആമി സ്തോത്രം പല അവയവവും നഷ്ടപ്പെട്ടവനെ ചികിത്സിക്കാൻ പണമില്ലാതെ കിടക്ക. എങ്ങനെ നിന്നവനാ. കൃപയ്ക്ക് ചോർച്ച വരരുത്. കൃപയിൽ നിന്ന് വലിച്ചകറ്റുന്ന ശക്തികളുണ്ട്. നീ കോടീശ്വരനാകുന്നതിൽ പിശാചിന് ഒരെതിരുമില്ല. ഞാൻ സ്തോത്രം കർത്താവിന് എന്നെ വേണം, എനിക്ക് കർത്താവിനെ വേണം എന്നുള്ള വിചാരം എൻ്റെ അകത്ത് വേണം. ഉണ്ടതിന് സ്തോത്രം. ചിലർ പറയാം എൻ്റെ ബ്രദറെ ഒന്നുമില്ലാത്ത ശുശ്രൂഷ എനിക്ക് കോടികൾ ദൈവം തന്നു. ഒരു 5-6 കോടി മതിയോ തന്നേക്കാൻ പൊക്കോ. കുഞ്ഞെ പണമല്ല, നീ ദൈവകൃപ അനുഭവിക്കുന്നുണ്ടോ ഇപ്പോഴും? ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാ പറയാം നിന്നെ ഈ അനുഗ്രഹത്തിൽ നിന്ന് ഏതോ ഒരു ശക്തി പിടിച്ചു വലിക്കുക. എന്നോട് ദൈവാത്മാ പറയാ ആരുത്, ആരുത്, കൃപയിൽ നിന്ന് ചലിക്കരുത്. കൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയണം ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ദൈവകൃപ വിടത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ആത്മാവിൽ കാണാൻ ചിലരെ പിടിച്ചു വലിക്കുന്ന ചില ദുഷ്ടശക്തികൾ ഇന്ന് പിടിവിടാൻ പോവാ. നിന്റെ സന്തതി ദൈവകൃപ ജ്വലിപ്പിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പിശാച് അറിയണം നീ പ്രാർത്ഥിക്കാൻ ഇരുന്നെന്ന്. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മന്ത്രക്കെട്ടുകൾ കരിഞ്ഞു പോകണം. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിന്നെ ഒതുക്കുവാൻ ചിലർ ചെയ്ത ദുഷ്പ്രവർത്തികൾ നിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ ആ കൈകൾ ചേർത്തടിച്ചൊന്ന് സ്വീകരിച്ചേ. ആ ദൈവകൃപയൊന്ന് യോഹന്നാൻ പറയാ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പുത്രന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. രാമീൻ പറയണേ. നീ പറയുന്നു നിനക്ക് ഭയങ്കര രോഗമാണ്. ഞാൻ പറയുന്നു രോഗം അവിടെ ഇരുന്നോട്ടെ, അതിന്റെ മോളിൽ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അമ്മേ പൗലോസ് പറയാ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിലൊരു ശൂലം തന്നു. സാത്താന്റെ ഒരു ദൂതൻ കുത്താൻ ആയുധം കൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഒഴിഞ്ഞു പോകാൻ കർത്താവ് പറയാ അതൊഴിയത്തില്ല മോനെ, പക്ഷെ എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽ നിന്റെ വെല്ലുവിളിയുടെ നടുവിൽ ഒരു കൃപ ഇറങ്ങുകയാ. നിന്നെ എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നീ വിചാരിച്ചതുപോലെ ഒന്നും നടക്കത്തില്ല. കാര്യങ്ങൾ തിരിയാൻ പോവാണ്, അവസ്ഥകൾ മാറാൻ പോകുകയാണ്. ഇതിനകത്ത് ദൈവകൃപയുടെ വ്യാപാരം. ഈ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഒരു കൃപാവരത്തിനും
കുറവ്. നമുക്കൊന്ന് വായിച്ച 1 Corinthians chapter 1 verse 7. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. അപ്പൊ കൃപയിൽ വളർന്നെങ്കിലേ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ള ആ വലിയ ആഗ്രഹം അകത്ത് കയറത്തുള്ളൂ. ഒരാമീൻ പറഞ്ഞാട്ട്. കൃപയിൽ നിൽക്കുന്ന ഒരുവന് ഇവിടുത്തെ സുഖദുഃഖങ്ങൾ അല്ല ഇവിടുത്തെ വിഷയം. അവന്റെ വിഷയം സ്വർഗീയ കാഴ്ചപ്പാടാ. പൗലോസ് പറഞ്ഞോട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അപ്പൊ ഇനി ശ്രദ്ധിക്കണേ, ഈ കൃപ എങ്ങനെ സൂക്ഷിക്കണമെന്നാ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ കാത്തിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എന്നോ ചെയ്യണം? ദൈവകൃപ പ്രാപിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ഈ കോട്ടയം ഇളക്കി മറിക്കാൻ ഇതിനകത്ത് ദൈവകൃപയുള്ളൊരു 50 പേര് എഴുന്നേറ്റാ മതി. ഒരാമീൻ പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ഈ ഉയരത്തിലെ കൃപയൊന്ന് പ്രാപിച്ചേ. എല്ലാ വഴി അടഞ്ഞു കിടക്കുമ്പോൾ ടെൻഷൻ വേണ്ട, പ്രാർത്ഥിക്കുക, ദൈവകൃപ നിന്റെ മേൽ വരട്ടെ. ശിംശോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫെലിസ്ത്യർ പടക്കളത്തെ കിടുകിട വിറപ്പിച്ചു. ഫെലിസ്ത്യരുടെ നോട്ടം ഇവന്റെ മഹാശക്തിയുടെ ഉറവ എവിടാ, അത് കണ്ടുപിടിക്കണം. ആമേൻ. നിന്റെ സമ്പത്ത് പിശാചിന് പ്രശ്നമല്ല. നീ പ്രാപിച്ച ദൈവകൃപ, നിനക്ക് ദൈവം സൗജന്യമായി തന്ന കൃപ, നിന്നെ ദൈവം നിലനിർത്തിയിരിക്കുന്ന കൃപ, നീ പ്രാപിച്ചിരിക്കുന്ന കൃപ, നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുന്ന നിത്യത, ഇതൊക്കെയാ പിശാചിൻ്റെ നോട്ടം. അതൊന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് 1-2 വാക്യം വായിക്കുമ്പം നിങ്ങൾക്ക് ഇച്ചിരുടെ കാര്യങ്ങൾ മനസ്സിലാകും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം, 4-ാം അധ്യായം എടുക്കാം, 29-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇനി തുടങ്ങുക പ്രസംഗം. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, വാക്കുകൾ സൂക്ഷിക്കണം. ചിരിച്ചോണ്ടൊക്കെ പറ, വാക്ക്. ഈയോ, ചിലരോട് വർത്താനം പറയണേ, ഒരാഴ്ച പ്രാർത്ഥിച്ചേ വർത്താനം പറയാൻ പറ്റും. എന്നതാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്നറിയത്തില്ല. സ്തോത്രം. ചില കോപിഷ്ടന്മാരായ അച്ചായന്മാരോട് സംസാരിക്കണേ, എൻ്റെ അച്ഛനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഇളകി നിൽക്കുക, മിണ്ടൽ. ചില ചോദിക്കും എങ്ങനെയുണ്ട്, ഇന്ന് മയമാ, മിണ്ടുന്നില്ല. പണ്ട് മൊർദെഖായി എസ്തേറിന് ഒരു എഴുത്തയച്ചു. പിന്നെ ഇവിടെ സ്ഥിതിയൊക്കെ ഭയങ്കര വഷളാ, നമ്മളെ മുഴുവൻ തകർത്തേക്കാനാ ഹാമാൻ്റെ പ്ലാൻ. അന്നേരം അവൾ തിരിച്ചെടുത്തു കൊടുത്തു, പുരുഷനോ സ്ത്രീയോ ആരെങ്കിലും അനുവാദമില്ലാതെ രാജസന്നിധി വിളിക്കാതെ ചെന്നാൽ അവനെ കൊല്ലാനാ അധികാരം. 30 ദിവസമായിട്ട് എന്നെയും വിളിച്ചിട്ടില്ല. 5-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ നാശിക്കുന്നെങ്കിൽ നാശിക്കട്ടെ, ഞാൻ ഇന്ന് രാജസന്നിധി കയറും. ഒരാമീൻ പറഞ്ഞാട്ട്. അവൾ രാജസന്നിധി ചെന്നപ്പോൾ അവിടെ ഒരു കാര്യമുണ്ടായി. രാജാവിന് അവളോട് കൃപ തോന്നി, പൊൻചെങ്കോൽ അവരുടെ നേരെ നീട്ടിക്കൊടുത്തു. ഒരാമീൻ പറഞ്ഞാട്ട്. രാജാക്കന്മാരുടെ രാജാവിന് ഇന്ന് പകൽ നിന്നോട് കൃപ തോന്നിയിട്ട് നിന്റെ കാര്യം ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് തരുന്ന ചെങ്കോൽ നിനക്ക് നേരെ നീട്ടിപ്പിടിക്കുക. ഹാമാനെ, നീ ഉണ്ടാക്കിയ പദ്ധതി പൊളിയാൻ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞ് ഒരുവൾ രാജസന്നിധിയിലേക്ക് നടന്നു നീങ്ങുക. ചിലരോട് എനിക്ക് പറയാനുള്ള ദൈവ നിയോഗം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവം നിന്നോട് കൃപ കാണിക്കുന്ന ദിവസമാ മുമ്പിൽ. മോശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ
നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. വഴിയില്ലാതെ അലയുന്ന സ്നേഹിത, ഈ കൃപയോടൊന്ന് പറ്റിച്ചേര്. നീ മനസ്സിൽ കാണാത്ത വഴി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എത്ര പേർക്കത് തിരിച്ചറിയാനായി പറ്റും? സകലതും അടഞ്ഞു കപ്പെട്ട് കിടക്കുന്ന ചിലരോടാ ദൈവത്തിന്റെ ദൂത്. ഇന്ന് ചില വീടുകൾക്കകത്തു ദൈവകൃപ വ്യാപരിക്കട്ടെ, ചില തലമുറ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, ചില കുടുംബത്തിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവകൃപ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ചിലർക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം ചെയ്യാനായിട്ട് പോകുക. ഒരു രോഗം വന്നാൽ അവനെ ടെൻഷൻ എടുക്കരുത്, ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിയില്ലേ. കർത്താവ് വലിയവ ചെയ്യാൻ പോകുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. ഞാൻ ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിനെ ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എങ്ങനെ ആയിരിക്കണം? കൃപയുള്ളതായിരിക്കണം. ഒന്നുകൂടെ വായിച്ച് കേൾക്കാം നമുക്ക് ആ വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഭാര്യയും ഭർത്താവും അങ്ങനെ കൃപയോടെ വർത്താനം പറയുവാന്ന് ഒറ്റ വീട്ടിലേലും വഴക്കുണ്ടാവുമോ? ശുശ്രൂഷകന്മാരോട് പറയാം, നമ്മളെല്ലാം നമ്മുടെ പ്രശ്നം നമുക്കെല്ലാം ദേഷ്യമാണ്. മിണ്ടുന്നില്ല. ഞാൻ യേശുവിൻ്റെ ക്രൂശീകരണം തിരുവല്ലായി പ്രസംഗം ഇങ്ങനെ പറഞ്ഞേ, ക്രൂശി കിടന്ന 2 കള്ളന്മാർ യേശുവിൻ്റെ കൈത്തണ്ടയിൽ ഈ വലിയ ആണി അടിച്ചു കയറ്റുമ്പോഴും കർത്താവ് പറഞ്ഞ കേൾക്കണേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് നിന്നെ ഒരാൾ തല്ലുമ്പോഴും ഇവനോട് ദൈവമേ ക്ഷമിക്കണേ എന്ന് പറയുമോ? പണ്ടൊരാൾ പറഞ്ഞു, നിന്റെ ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിടൂടെ ഒരു പ്രസംഗം പറഞ്ഞ അവൻ്റെ ചെകിട് അതാന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങോട്ട് നോക്കണം. സ്തോത്രം. പിന്നെ ചിലര് 2ന്റെ ഇടയില. ഹല്ലേലൂയ. ആരോടും ഒന്നും പറയത്തില്ല. ചില ദേഷ്യപ്പെടത്തില്ല, ശാന്തരാ. പെട്ടാ പിന്നെ വലിയ പ്രശ്നമാണ്. ശാന്തനായ ഒരാൾ എനിക്ക് കൂട്ടുകാരനുണ്ടായിരുന്നു 5 വർഷം. 5ാമത്തെ വർഷം ഒരു ദിവസം പുള്ളി ഒന്ന് ദേഷ്യപ്പെട്ട് അന്ന് കെട്ടിയിടേണ്ടി വന്നു. അതുപോലെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇങ്ങോട്ട് സഹകരിക്കണം. ചിലരൊന്നും പറയത്തില്ല. അപ്പം ദേഷ്യപ്പെടരുത്, ക്ഷമിക്കണം. ചിലർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഒരു വാക്ക് പറഞ്ഞാൽ 7 വാക്ക് പറയും. അരുത്. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോട് കൂടിയതാകട്ടെ. അതിനർത്ഥം എന്തുവാ? ഭാഷ എന്തോ ഉണ്ട്, കൃപ. സിസ്റ്റർ സുഖമായിരിക്കുന്നോ? കൃപ. അങ്ങനെ പറയണമെന്നല്ല. നിന്റെ വാക്കിനകത്തൊരു കൃപ വേണമെന്ന്. 2 പേര് തമ്മിൽ വഴക്കുണ്ടായിച്ച് വെളിയിറങ്ങിയിട്ട് കൈ അടിച്ചേച്ച് അന്യഭാഷ പറഞ്ഞ് ഏൽപ്പിക്കുക, പോയില്ലെന്ന്. ഇങ്ങോട്ട് സഹകരിക്കണം. ഞാൻ ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിന്നെ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കേണ്ടതില്ല. അഭിഷേകം തന്നെ സകലതും ഉപദേശിക്കും. നിത്യതയ്ക്ക് പോകാൻ വിളിക്കപ്പെട്ടവൻ നിന്നെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ, അപവാദ കഥ പറഞ്ഞാൽ അവൻ്റെ പുറകെ പോകരുത്. മിണ്ടുന്നില്ല. ഞാനൊക്കെ എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒരു കഥയുടെയും പുറകെ പോയിട്ടില്ല. സ്തോത്രം. കഥ പറയുന്നവൻ മരിക്കുന്നതിന് തലേ രാത്രി വരെ കഥ പറയും. കൃപ പ്രാപിക്കുന്നവൻ ആ കഥയ്ക്കിടയ്ക്കൂടെ ചിരിച്ചുകൊണ്ട് നടന്നു പോകും. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒരു പ്രസംഗകൻ ഒരിക്കൽ പ്രസംഗിച്ചു. സ്തോത്രം. രാജ്ഞി കുതിരപ്പുറത്ത് രാവിലെ തെരുവിൽ കൂടെ നടക്കുമ്പം പല പട്ടികളും കുരയ്ക്കുന്ന പട്ടി നോക്കി അടയ്ക്കടാ പട്ടി വാ എന്ന് പറഞ്ഞ് രാജ്ഞി ഇറങ്ങാറില്ല. പട്ടിയുടെ ഡ്യൂട്ടി ചെയ്യും, രാജ്ഞിയുടെ ഡ്യൂട്ടി ചെയ്യും. ആമേൻ. നിനക്കെതിരെ പലരും കുരയ്ക്കും, നീ പേടിക്കരുത്. നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയും, നീ പേടിക്കരുത്. അതൊന്നും നിന്റെ മാർഗമല്ല. ഹല്ലേലൂയ. വില കുറഞ്ഞ വാക്ക് പറയരുത്, വില കുറഞ്ഞ രീതിയിൽ ഇടപെടരുത്. ആമേൻ. നീ നിൽക്കുന്ന കൃപയുടെ മാന്യത നിന്റെ എല്ലാ മേഖലയിലും നീ കാണിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട് നീ ആരാന്നുള്ളത് എല്ലാ മേഖലയിലും കാണിച്ചു കൊടുക്കണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ചിലരോട് ഇങ്ങോട്ട് നോക്കി, യോസഫിനെ പിടിച്ച് ഇരുമ്പടിക്കകത്ത് പൂട്ടിയിട്ടെങ്കിൽ ജോസഫ് പറഞ്ഞ് പൂട്ടിക്കോ, താമസിക്കാതെ പൂട്ടടിച്ച് നിങ്ങൾ പുറത്തെടുക്കൂ എന്നെ. എന്നാ കാര്യം? എൻ്റെ മേൽ ദൈവകൃപ ഉണ്ടെന്ന് കുണ്ടറയ്ക്കകത്ത് തെളിയാൻ പോവാ. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ആരൊക്കെ നിന്നെ ബന്ധിച്ചാലും നീ പേടിക്കേണ്ട കുഞ്ഞെ, നീ കൃപയിലാണോ, നീ ആ ബന്ധനം അഴിച്ചിരിക്കും. എത്ര പേർക്ക് ആമീൻ പറയാം? ചിലരോട് ദൈവാത്മാവ് നിനക്ക് വീണ കുരുക്ക് തകർച്ചയ്ക്കല്ല, അത് വലിയ കൃപയുടെ ഒഴുക്കിനാക്കി മാറ്റാൻ പോകുകയാ. എനിക്കെന്തോ ദൈവാത്മാവ് പറയാ, ഇന്ന് ചിലരെ വിശേഷ കൃപ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. ഇന്ന് നിന്റെ വീട്ടിൽ കാലുകുത്തുമ്പോൾ നിന്റെ വീടിനെ വല്ലാതെ മറിഞ്ഞു മുറുക്കുന്ന അന്ധകാര ശക്തികൾ പെടഞ്ഞു വീഴണം താഴെ. എന്താ കാര്യം? നിന്റെ മേൽ ദൈവകൃപ വ്യാപരിച്ചോണ്ടിരിക്കുന്നു. യെസ്,
രോഗത്തെ മറന്നൊന്ന് ആരാധിച്ചേ, കടത്തെ മറന്നൊന്ന് ആരാധിച്ചേ, വെല്ലുവിളിയെ മറന്നൊന്ന് ആരാധിച്ചേ, പ്രതിസന്ധിയെ മറന്നൊന്ന് ആരാധിച്ചേ, സകലതും മറന്നൊന്ന് ആരാധിച്ചേ. എന്റെ കർത്താവേ, നിന്റെ കൃപ എനിക്ക് മതി. ഒരു വെളിപ്പാട് പറയാം, നിന്റെ വീടിനകം ദൈവകൃപ കൊണ്ട് നിറയ്ക്കും ദൈവം. ഒരാമയും പറഞ്ഞാട്ട്. നിന്നെ നിന്ദിച്ചവൻ കാണും നിന്റെ വീട്ടിൽ ദൈവകൃപ ഇറങ്ങുന്നത്. ദൈവത്തിന് സ്വതന്ത്രം. അപ്പോസ്തലപ്പെടുത്തിയ വാക്യമുണ്ട്, അവർ പോയി ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് പകൽ നിന്റെ വീട്ടിൽ വരുന്നവൻ ദൈവകൃപ കാണട്ടെ. നിന്റെ വലിയ കടബാധ്യത ഓർത്ത് നിന്നെ ദുഷിച്ച ആൾക്കാര് നിനക്ക് ദൈവം ചെയ്യുന്ന നന്മ കണ്ട് സ്തുതിക്കട്ടെ. എനിക്കെന്തോ ദൈവാത്മാ പറയാ, വലിയ കൃപയുടെ വ്യാപാരം ഉണ്ടാകാൻ പോകുകയാണ്. ഞാൻ വളരുക എന്ന പദം എടുക്കാനാ വന്നേ, കൃപ എടുക്കാനല്ല വന്നേ. പക്ഷെ പറ്റിയില്ല. ഞാൻ തുറന്ന് പറയുക, കൃപയിൽ വളർന്നേ, പരിജ്ഞാനത്തിൽ വളർന്നേ. ഒരാമയും പറഞ്ഞാട്ട്. നോക്കിക്കേ, ദൈവകൃപയെ വന്നേ ചൊതുങ്ങിപ്പോകരുത്, വളർന്നു പൊങ്ങണം. പണ്ട് നീ എന്തായിരുന്നോ ഇപ്പോൾ അതല്ലെന്ന ലെവലിലേക്ക് വളരണം. നിന്നെ ഒതുക്കാൻ പല പദ്ധതി മനുഷ്യർ കൊണ്ടുപോകും, അതിൻ്റെ പുറകെ ഒന്നും നീ പോകരുത്. നീ വിശേഷ കൃപയുള്ളവനാണ്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ചിലരെ അത്യധികമായ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുകയാ. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വീട് ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. അമ്മയുടെ ഈ കൈയല്ലേ തളർന്നു പോയത്? അതെ. ഈ കൈ തളർന്നു പോയിട്ട് എത്ര നാളായി? ഇപ്പൊ 1 വർഷമായി കൈക്ക് വേദന, മസിൽസിനും ഈ പെടലിക്കും ഈ ഒരു ഭാഗം മുതൽ വേദനയാണ്. ഈ വിരള തുമ്പ് വരെ വേദനയാണ്. അതെ, അതെ. ഒന്ന് ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇല്ല. നന്നായിട്ട് ചിരിക്കാവോ? ചിരിക്കാം. ഈ കൈ പൊങ്ങത്തില്ലല്ലോ? ഇല്ല. ലവ് യു ഫാദർ. യേശുവേ, നിന്റെ ശക്തി ഇവിടെ തളർന്നുപോയ കൈയിലേക്ക് വരട്ടെ. ഇതാ അനിബ്രദറിന്റെ കൈ എടുക്കുന്നു, ആ കയ്യിൽ യേശു പിടിക്കുന്നു. യെസ്, യെസ്. ആ കൈ ഒന്ന് വീശി കാണിച്ചേ, വീശി കാണിച്ചേ. യെസ്, 2 കൈയും പൊക്കി ഒന്ന് വീശി കാണിച്ചേ. ഹല്ലേലൂയ. 1 വർഷമായി സ്തംഭിച്ചു പോയ കയ്യെ കർത്താവ് ഉയർത്തി കാണിക്കുകയാണ്. അതിനർത്ഥം ഈ 2 കൈയിലും ഒരു കൊയ്ത്തുണ്ട്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കണം തോന്നില്ലേ? ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ എനിക്കും തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ജീസസ്, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളോട് വചനം പറയാനുള്ള വലിയ കൃപ കർത്താവ് തന്നല്ലോ. ഈ വചനത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പകൽ അവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഈ ദിവസം ഇവരുടെ പ്രതിബന്ധങ്ങൾ മാറിപ്പോകട്ടെ. ഇവരെ അലട്ടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ തൊട്ടാട്ട്. ഇവരുടെ കുരുക്കുകളെ ദൈവം അഴിച്ചാട്ട്. ഇവരുടെ വീട് സമാധാനം കൊണ്ട് നിറയണം. ഇവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹോവയുടെ നന്മ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായും ഒരു എപ്പിസോഡ് നടത്തണമെന്ന്. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, നല്ല ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ വകയായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ജനലക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് കൊടുക്കുവാനായി കഴിയും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ സെൻ്ററുകളിൽ വരിക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും വിളിക്കുക. നിങ്ങളുടെ ദേശത്തൊരു സുവിശേഷം നടത്താൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളെ അറിയിക്കുക. ഈ ദേശത്തും യേശുവിൻ്റെ വചനം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം. ആമേൻ, ആമേൻ, ആമേൻ.